ഇന്ന് രാത്രി മഹത്വം മുഴുവൻ കർത്താവിന് അർപ്പിക്കുകയാണ്. എത്ര പേർ സന്തോഷത്തോടെ ഇരിക്കുന്നു? ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരുടെ അപ്പുറം ഇപ്പുറം ഒന്ന് കൈ പിടിച്ച് ചോദിച്ച് സന്തോഷമായിരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. വളരെ പ്രതീക്ഷയോടെ ഇന്ന് രാത്രി ഇരിക്കാം. ഇവിടുത്തെ രതീഷ് പാസ്ക്ക് കുറച്ച് ദിവസം മുമ്പ് ലോട്ടറി അടിച്ചു. ആ പൈസ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഐഡിയ തോന്നി, ഒരു വലിയ യോഗം നടത്താം, അങ്ങനെ കാശ് ചെലവാക്കാം. അങ്ങനെ വെച്ച യോഗമല്ലിത്. ഇല്ലാത്ത കാശുണ്ടാക്കി ഇവിടെയുള്ള പാവപ്പെട്ട ദൈവമക്കൾ കഷ്ടപ്പെട്ട് ഈ ഗ്രൗണ്ട് ഇങ്ങനെ ആകാൻ, ഇത്രയും ജനം ഇവിടെ വരാൻ, ഇതിൻ്റെ പുറകിൽ അധ്വാനിച്ച കുറേ ദൈവമക്കളുണ്ട്. ഒറ്റ ചിന്ത മാത്രമേ അവർക്കുള്ളൂ, ഒറ്റ കാര്യമേ അവർക്ക് ആഗ്രഹമുള്ളൂ, ചിലരുടെ പേര് കൂടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ദിവസം നടക്കുന്ന യോഗ പരമ്പരകളുടെ പ്രധാന ഉദ്ദേശം ഏതെങ്കിലും മതത്തിന്റെ പ്രഖ്യാപനങ്ങൾ ദേശത്ത് ഉയർത്തുകയല്ല, ഏതെങ്കിലും മതത്തെ പുകഴ്ത്തുവാനോ ഏതെങ്കിലും മതത്തെ ഇകഴ്ത്തുവാനോ അല്ല യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. യോഗത്തിന്റെ പ്രധാന ഉദ്ദേശം ദേശം മാനസാന്തരപ്പെടണം. സകല സൃഷ്ടികളുടെയും ഉടയവനായ ദൈവം തൻ്റെ സൃഷ്ടികളോട് സമ്പാദിക്കാൻ ഒരുക്കിയിരിക്കുന്ന സംവാദന വേദിയാകയാൽ, ആവർത്തിക്കുന്നു, സകല സൃഷ്ടികളുടെയും ഉടയവനായ ദൈവം തൻ്റെ സൃഷ്ടികളായ മനുഷ്യനോട് സമ്പാദിക്കാൻ ഒരുക്കിയിരിക്കുന്ന സംവാദന വേദിയാകയാൽ ഇത് ഞങ്ങൾക്കുള്ളതല്ലെന്ന് പറഞ്ഞൊഴിയാൻ ഈ ദേശത്തെ ഒരു മനുഷ്യപ്രാണിക്കും അനുവാദമില്ല. ബഹുദൂരങ്ങളിൽ ശബ്ദം ചെല്ലുന്നുണ്ട്. ഭവനത്തിൻ്റെ സിറ്റ് ഔട്ടുകളിലും ടെറസിൻ്റെ മുകളിലും റോഡിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് വചനം കേൾക്കുന്നവരുണ്ട്. നിങ്ങളൊരൽപ്പം ക്ഷമയോടെ നിന്ന് എന്താണ് ഇവർ പ്രസംഗിക്കുന്നത് എന്നുള്ളത് കേൾക്കണം. ഇന്നത്തെ പല സുവിശേഷ മഹായോഗങ്ങളിലും സുവിശേഷമില്ലാതിരിക്കുമ്പോൾ കറതീർത്ത നിർമ്മല സുവിശേഷം ദേശത്തോട് പറയുവാൻ ഞാൻ പരിശുദ്ധാത്മാവിനെ ശരണപ്പെടുകയാണ്. എൻ്റെ പുറകിലുള്ള ശ്രേഷ്ഠരായ പ്രബുദ്ധരായ കർത്തൃദാസന്മാർ, എൻ്റെ മുൻപിലുള്ള ശ്രേഷ്ഠരായ ദൈവമക്കൾ വളരെ ശ്രദ്ധയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും പ്രാർത്ഥനയോടും കൂടി ഇരുന്നാൽ ഈ ദേശത്തെ ചിലരുടെ പേരിന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ എഴുതും എന്നുള്ളതിൽ രണ്ടു പക്ഷമില്ല. ഒരു മന്ത്രവാദിയുടെ കൊച്ചുമകനായിട്ടാണ് ഞാൻ വളർത്തപ്പെടുന്നത്. നെടുമങ്ങാട് ചുള്ളിമാനൊരു കുടുംബക്ഷേത്രം ഉണ്ടായിരുന്നു. മന്ത്രവാദിയായിരുന്നു എൻ്റെ പപ്പയുടെ പപ്പ. പാസ്റ്റർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. വളരെ അതിദാരുണമായ മരണങ്ങൾ, സർപ്പദംശനങ്ങൾ, മാനസിക വിഭ്രാന്തികൾ, പ്രാന്താലയം പോലെയായ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് സുവിശേഷത്തിന്റെ ദീപശിഖയുമായി വർഗീസ് എന്ന അസംബ്ലീസ് പാസ്റ്റർ കാലുകുത്തിയതാണ് ഞങ്ങൾ ഇങ്ങനെ നിസ്തുര്യതയോടും അധികാരത്തോടും നിന്ന് യേശുവിനെ പ്രസംഗിക്കാൻ കാരണം. യേശുക്രിസ്തു എന്ന യുഗപുരുഷൻ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വരാതിരുന്നെങ്കിൽ ഞങ്ങളുടെ ഭവനം ഇന്നും ഭ്രാന്താലയമായി കിടന്നേനെ. ഒത്തിരി സാക്ഷ്യമുള്ള നിരവധി ആളുകൾ ഇതിനകത്തിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എല്ലാവരും അറിയണം, യേശുക്രിസ്തുവിന്റെ നിർമ്മല സുവിശേഷത്തിന്റെ സത്യം എവിടെയെല്ലാം പ്രകമ്പനം കൊള്ളിച്ചിട്ടുണ്ടോ, എവിടെയെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം ദേശത്തെ ഭരിച്ചിരുന്ന പൈശാചിക ഇരുളിന്റെ ആധിപത്യങ്ങൾ എഴുതി മാറിയിട്ടുണ്ട്. ഇന്ന് രാത്രി ആധികാരികമായ ദൈവ സന്ദേശം, വചന സന്ദേശം ദേശത്ത് മുഴങ്ങുമ്പോൾ ഈ ദേശത്തിന്റെ വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് 4 മേഖലകളിലും മറഞ്ഞിരുന്നു കൊണ്ട് ദൈവമക്കളെ ആക്രമിക്കുന്ന ഇരുളിന്റെ സ്വാധീനങ്ങൾക്ക് നേരെയുള്ള ഒരു സ്പിരിച്വൽ വാർഫെയർ ആണ്, യുദ്ധപ്രഖ്യാപനമാണ് നടക്കുന്നത്. നിശ്ചയമായും ഇന്ന് രാത്രി ഈ യോഗ നിമിത്തം ദേശത്തിലെ ഇരുളിന്റെ ശക്തികൾ മുഴങ്ങാൻ മടക്കിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. നൂറുകണക്കിന് ആളുകൾ കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾ നടന്ന മഹായോഗത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നത് കാണാൻ, ചിലർക്ക് വെള്ളത്തിൽ മുങ്ങി സ്നാനവും കൊടുത്തിട്ടാണ് നാട്ടിലേക്ക് ഞാൻ വന്നത്. അനേക ആളുകൾ, അതിൽ ക്യാൻസർ വരെ സൗഖ്യമായ സംഭവങ്ങൾ ഇന്നലകളിൽ ഞാൻ വന്ന വഴിക്ക് ട്രെയിനിലായിരിക്കുമ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, പാസേ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഞായറാഴ്ചയാണ് അവർ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവ സൗഖ്യമാക്കിയ സംഭവങ്ങൾ കേൾക്കാൻ കഴിഞ്ഞു. ഇന്ന് രാത്രിയിൽ ആ കർത്താവിന്റെ കരം ഈ ദേശത്തും വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രിയുള്ള ദൈവദിന ചിന്തയ്ക്ക് വേണ്ടി യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചതിന് 700 വർഷം മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ എഴുതിയ പുസ്തകത്തിലെ 3 വാക്യങ്ങൾ. 1, 30-ാം അധ്യായം 30-ാമത് വാക്യം. 2, 52-ാം അധ്യായം 10-ാമത് വാക്യം.
3:59 അധ്യായം 16 വാക്യം. 3 വാക്യങ്ങൾ മൈക്രോഫോണിലൂടെ എല്ലാവരുടെയും കേൾവിക്കായി വായിച്ച് കേൾപ്പിക്കുന്നു. ശ്രദ്ധിച്ചാലും. യഹോവ തന്റെ മഹത്വമുള്ള മേഘനാഥം കേൾപ്പിക്കുകയും ഉഗ്രകോപത്തോടും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയോടും കൊടുങ്കാറ്റ്, മഴക്കോൾ, കന്മഴ എന്നിവയോടും കൂടെ തന്റെ ഭുജത്തിന്റെ അവതരണം കാണിക്കുകയും ചെയ്യും. തന്റെ ഭുജത്തിന്റെ അവതരണം കാണിക്കുകയും ചെയ്യും. അടുത്ത 52:10. സകല ജാതികളും കാണുകെ യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ രക്ഷയെ കാണും. വായിച്ചോളൂ. 59 അധ്യായം 16 വാക്യം. ആരുമില്ലെന്ന് അവൻ കണ്ടു. പക്ഷവാദം ചെയ്യുവാൻ ആരുമില്ലായകയാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഭുജം തന്നെ അവന് രക്ഷ വരുത്തി. മതി. 3 ചിന്തകളാണ് ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. 1, അവതരിച്ച ഭുജം. 2, നഗ്നമാക്കപ്പെട്ട ഭുജം. 3, രക്ഷ വരുത്തിയ ഭുജം. അവതരിച്ച ഭുജം, നഗ്നമാക്കപ്പെട്ട ഭുജം, രക്ഷ വരുത്തിയ ഭുജം. 53 അധ്യായം 1-2 വാക്യങ്ങളിൽ വ്യക്തമാണ്. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവും ഇല്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. യഹോവയുടെ ഭുജം എന്ന് ഇവിടെ ഊന്നി പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചാണ്. യഹോവയുടെ ഭുജമെന്ന പദത്തിന് പഴയ നിയമവും പുതിയ നിയമവും ചേർത്ത് പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളിൽ മലാഖി പുസ്തകത്തിനും പുതിയ നിയമത്തിലെ 1-ാമത്തെ പുസ്തകമായ മത്തായി സുവിശേഷത്തിനിടയിൽ ഒരു 400 വർഷത്തെ ചരിത്രമുണ്ട്. ഇരുണ്ട കാലഘട്ടം. ദൈവ മനുഷ്യനോട് സംസർഗമില്ലാതിരുന്നൊരു കാലം. പുരോഗത ശുശ്രൂഷയോ പ്രവാചക ശബ്ദമോ ഭൂമിയിൽ വിരളമായിരുന്നൊരു കാലം. അർത്ഥാൽ ദൈവ മനുഷ്യനോട് പിണങ്ങി എന്ന് വേദപണ്ഡിതന്മാർ വിശേഷിക്കപ്പെടുന്ന കാലം. ഈ കാലത്ത് 70 പുരോഹിതന്മാർ ചേർന്ന് എബ്രായ ഭാഷയിലുള്ള ന്യായപ്രമാണത്തെ ഗ്രീക്കിലോട്ട് ട്രാൻസ്ലേഷൻ ചെയ്തു. അതിനെ സെപ്റ്റുജന്റ് എന്ന് വിളിക്കുന്നു. കാരണം യഹൂദന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഗ്രീക്കാണ്. യഹോവ എന്ന് പറയുന്ന വാക്ക് പേര് ഗ്രീക്കിൽ വന്നപ്പോൾ കുറിയോസ് എന്നൊരു വാക്കായി മാറി. ആ കുറിയോസ് എന്ന വാക്ക് മലയാളത്തിൽ വന്നപ്പോൾ കർത്താവ് എന്നായി മാറി. ഇംഗ്ലീഷിൽ വന്നപ്പോൾ LORD, ലോർഡ്, മീൻസ് ഈ പ്രപഞ്ചത്തിന് ഉടയവനായ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച അവതരണമായി ക്രിസ്തു എന്നുള്ളത് ഈ ചരിത്ര പ്രഖ്യാപനത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. ഒന്നുകൂടെ പറയാം. യഹോവ എന്നുള്ള, യാഹ്വേ എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്ന്, എബ്രായ ഭാഷയിൽ നിന്നാണ് കുറിയോസ് എന്ന വാക്കുണ്ടാകുന്നത്. കുറിയോസ് എന്ന വാക്കിന്റെ അർത്ഥം കർത്താവ് എന്നാണ്. യേശു ഒരിക്കൽ പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. അങ്ങനെയെങ്കിൽ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച യഹോവയുടെ ഭുജം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിൽ മാനവ ജനതയ്ക്ക് വേണ്ടി അവതരിച്ച യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ 3 പ്രക്രിയകളാണ്, അവതരണങ്ങളാണ് നമ്മൾ വായിച്ച വാക്യങ്ങൾ. 1, ഈ ഭൂമിയിൽ മാനവ ജനതയുടെ വീണ്ടെടുപ്പിനായിട്ട് അവതരിച്ച ഭുജം. 2, മനുഷ്യന്റെ പാപപരിഹാരത്തിലൂടെ കാൽവരി ക്രൂശിൽ നഗ്നമാക്കപ്പെട്ട ഭുജം. 3, മാനവ ജനതയ്ക്ക് നിത്യരക്ഷ വരുത്തിയ ഭുജം. കരവും ശബ്ദവും ഉയർത്തി ദൈവമക്കൾ കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. 1, യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചു എന്നുള്ള പ്രഖ്യാപനമാണ്. അവതരിച്ച ഭുജം. ആരാണ് ക്രിസ്തു എന്നറിയണം ആദ്യം.
ഈ ലോകത്തെ BC എന്നും AD എന്നും ബിഫോർ ക്രൈസ്റ്റ് എന്നും ആഫ്റ്റർ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് എന്നും പറഞ്ഞ് രണ്ടായി തിരിച്ചത് യേശുവാണ്. യേശു ചരിത്രപുരുഷനാണ്. എങ്കിലും ആരാണ് ക്രിസ്തു എന്നൊന്നുകൂടെ അറിയണം. സർവശക്തനായ ദൈവം ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കി അവരോട് പറഞ്ഞു, നിങ്ങൾ സന്താന കുട്ടികൾ വരെ പെരുകി ഭൂമിയിൽ നിറയണം. കാരണം സ്വർഗത്തിൽ എന്റെ സിംഹാസനത്തെ മറച്ചിരുന്ന കെരൂബായിരുന്ന ലൂസിഫറിനെ ഞാൻ താഴേക്ക് തള്ളിയിടുമ്പോൾ കോടാനുകോടി ദൂതന്മാർ അവന്റെ കൂടെ താഴേക്ക് വന്ന ആകാശമണ്ഡലത്തിൽ വാസമുറപ്പിച്ചു. 3 സ്വർഗങ്ങൾ, 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം. 1-ാം സ്വർഗം ആകാശമണ്ഡലം, 2-ാം സ്വർഗം വിശുദ്ധന്മാർ പാർക്കുന്ന പർദീസ, 3-ാം സ്വർഗം ദൈവത്തിന് സിംഹാസനം ഇരിക്കുന്ന സ്ഥലം. 1-ാം സ്വർഗം എന്ന് വിശേഷിക്കപ്പെടുന്ന ആകാശമണ്ഡലത്തിൽ ഇവൻ വാസമുറപ്പിച്ചു. അതുകൊണ്ട് ഞാൻ തള്ളിയ ദൂതന്മാരുടെ കൂട്ടത്തിൽ കോടിക്കണക്കിന് ദൂതന്മാർ പോയ ഭാഗം ഫില്ല് ചെയ്യാൻ ഇനി ദൂതന്മാരെ സൃഷ്ടിക്കുന്നില്ലെന്ന് തീരുമാനമെടുത്ത ദൈവം ഈ ഭൂമിയെ റീക്രിയേഷൻ ചെയ്തു. എന്നിട്ട് ഭൂമിയിൽ 2 മനുഷ്യരെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ സന്താന കുട്ടികൾ വരെ പെരുകി ഭൂമി നിറയണം. എന്തിന്? നിങ്ങളെ കൊണ്ടുവേണം എനിക്ക് സ്വർഗം ഫില്ല് ചെയ്യാൻ. അപ്പൊ തള്ളപ്പെട്ട ലൂസിഫർ ഇഴജന്തുവിന്റെ അകത്ത് കയറി. കാരണം എല്ലാ കാലത്തും ദൈവത്തിന് സംസാരിക്കാൻ ഒരു മനുഷ്യനെ വേണം. കിട്ടാതെ വരുമ്പോൾ ദൈവം ജീവിയെ തെരഞ്ഞെടുത്തു. അതാണ് ബിലയാമിന്റെ കഴുത. എല്ലാ കാലത്തും പിശാചിന് സംസാരിക്കാൻ ഒരു മനുഷ്യനെ വേണം. കിട്ടാതെ വരുമ്പോൾ ജീവികളെ തെരഞ്ഞെടുക്കൂ. തെളിവ് ഏദൻ തോട്ടത്തിലെ പാമ്പ്. പാമ്പിന്റെ ഉള്ളിൽ ഇവൻ കയറി മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ തെറ്റിക്കുകയും മനുഷ്യൻ പാപികളായി മാറുകയും ചെയ്തു. ഈ ഇടയ്ക്ക് ചില ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിങ്ങൾ പ്രസംഗിക്കുന്ന ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവസന്നിഹിതനും സ്വയഭൂവും ഒക്കെയല്ലേ? അതെ. എന്താ സംശയം? സർവജ്ഞാനിയായ ദൈവത്തിന് അറിഞ്ഞുകൂടെ ഏദൻ തോട്ടത്തിൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃഷഫലം വച്ചാൽ മനുഷ്യനത് കഴിച്ച് പാപിയാകുമെന്ന്? ഇത്രയ്ക്ക് മണ്ടനായിരുന്നു ദൈവം. കണ്ടോ, പലരും ചിരിക്കുന്നുള്ളത് കേട്ട പലരുടെയും ചോദ്യമാണ്. ഞാൻ കഴിഞ്ഞ ഒരു യോഗത്തിൽ ഇത് പ്രസംഗിച്ചപ്പോൾ ചില സഹോദരങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് കൈ തന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ എത്ര വർഷം കൊണ്ട് ഹൃദയത്തിന് ചോദിച്ചോടുന്ന ചോദ്യമാണ്, ഉത്തരം ആരും തന്നില്ല. ചില പാസ്റ്റർമാർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയൊന്നും ചോദിക്കരുത്, ദൈവത്തിനെതിരെ സംസാരിച്ചുകൂടാ. പക്ഷെ ചോദിക്കണം. ബൈബിളിലെ എല്ലാത്തിനും ചോദ്യം ചോദിക്കാനുള്ള വോയിസ് ഉണ്ട് നിങ്ങൾക്ക്. കാരണം നിങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മണിമകുടമാണ്. എന്തിനാണ് ദൈവം ഭൂമിയിൽ പാപം ചെയ്യാൻ ഒരു അവസരം ഏദൻ തോട്ടത്തിൽ വച്ചത്? പെട്ടെന്ന് പറഞ്ഞു വരാം. സ്വർഗത്തിൽ പിശാചിനെ കണ്ടപ്പോ ദൈവം പറഞ്ഞു, എന്റെ ദാസനായ ഇയ്യോബിനെ നീ ദൃഷ്ടിവച്ചോ എന്ന് ചോദിച്ചു. സാത്താൻ പറഞ്ഞു, അവന്റെ കുടുംബത്തെ മുഴുവൻ നീ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് എങ്ങനെ ഞാൻ ദൃഷ്ടിവെക്കും? അവന്റെ വേദി ഒന്ന് പൊളിക്ക്, അവൻ നിന്റെ മുഖത്ത് നോക്കി നിന്നെ തള്ളിപ്പറയുന്നു സാത്താൻ വെല്ലുവിളിച്ചു. ഈ വെല്ലുവിളി സ്വർഗത്തിന് ഒഴിവാക്കാനാണ് പാപത്തിന്റെ പ്രലോഭനമുള്ള മനുഷ്യൻ പാപം ചെയ്യുമോ അതോ എന്നെ ഭയപ്പെടുമോ, രണ്ടിന്റെ ഓപ്ഷൻ മനുഷ്യന് കൊടുത്തിട്ട് ദൈവം ജീവവൃക്ഷത്തിന്റെ ഫലവും നന്മ തിന്മകളെ കുറിച്ച് അറിവിന്റെ വൃക്ഷഫലവും ദൈവം തോട്ടത്തിൽ വെച്ചത് മറക്കരുത്. ഉദാഹരണം, ഇന്ന് രാത്രി നമ്മുടെ ഇടയിലുള്ള ഒരു സഹോദരൻ, ഫോർ എക്സാമ്പിൾ ആണ്, അങ്ങനെ സംഭവിക്കില്ല, വെറും ഉദാഹരണം മാത്രമാണ്. നല്ല വിശ്വാസിയായിരിക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ സംഭവിക്കില്ല കേട്ടോ. ഇവിടുന്ന് പോയപ്പോൾ കാരക്കോടത്തിനപ്പുറത്ത് ഉദാഹരണമാണ്, ഒരു ബാറിൽ കയറി ബൈബിളും കൊണ്ട് അകത്ത് കയറി പുള്ളി മദ്യപിക്കുന്നു എന്ന് വിചാരിക്കുക. അദ്ദേഹം വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഭയങ്കര സങ്കടം. ഈ വചനം കേട്ടിട്ട് വന്ന വഴിക്ക്, മനുഷ്യ നിങ്ങൾ മദ്യപിച്ചോ, നിങ്ങൾ സ്വർഗത്തിൽ പോവോ? അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചു, ദൈവമേ എന്റെ ഭർത്താവ് മദ്യപിക്കുമെന്ന് അങ്ങേക്ക് അറിഞ്ഞൂടെ, ആ ബാർ അങ്ങ് പൂട്ടി വെച്ചൂടെ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമുണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിൽ എത്ര ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു, ആറിൽ ചാടുന്നു, പുഴയിൽ ചാടുന്നു, തൂങ്ങി മരിക്കുന്നു. ദൈവമേ ആ ഫാൻ അവിടെ നിന്ന് ഇളക്കി മാറ്റി വെച്ചുകൂടെ, അവൻ തൂങ്ങുമെന്ന് അങ്ങേക്ക് അറിയില്ലേ? ആ ചോദ്യത്തിന് 1% ഒരു പ്രസക്തി ഇല്ലെന്ന് നിങ്ങൾ അറിയണം. മനുഷ്യന് ദൈവം രണ്ടും കൊടുത്തിരിക്കുന്നു, നന്മയും തിന്മയും മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. പാപിയായി തരുന്ന മനുഷ്യനെ വീണ്ടെടുക്കാൻ ദൈവം 4 ദൈവാലയങ്ങൾ സ്ഥാപിച്ചു. വളരെ ഫാസ്റ്റായി പോയെങ്കിൽ ഈ ഭാഗം ഒരു പകുതിയെങ്കിലും എത്തിക്കാൻ പറ്റുകയുള്ളൂ. 1 സമാഗമന കൂടാരം, 2 ശലോമോന്റെ ആലയം, 3 ഹെരോദേസിന്റെ ആലയം, 4 സെരുബാബിന്റെ ആലയം. 4 ദൈവാലയങ്ങൾക്കകത്ത് കൃപാസനം എന്നൊരു പെട്ടകം വച്ചിരുന്നു. അഹരോന്റെ തളർത്തപടി, മന്ന ഇട്ട് വെച്ച പൊൻപാത്രം,
മോശയ്ക്ക് ദൈവം കൊടുത്ത 10 കൽപ്പനയടങ്ങിയ 2 കൽപ്പലകകൾ ഉൾപ്പെടുന്ന ഒരു പേടകമായിരുന്നു കൃപാസനം. ഈ കൃപാസനം എന്ന് പറയുന്ന പെട്ടകം ദൈവാലയത്തിന്റെ 1-ാം ഭാഗമായിരുന്ന അകത്തെ ഭാഗം അതിവിശുദ്ധ സ്ഥലത്ത് വെച്ചിരുന്നു. തിരുശരിക്കപ്പുറം വിശുദ്ധ സ്ഥലം. പ്രാകാരം എന്ന് പറയുന്നത് മുറ്റത്ത് വിശ്വാസികൾക്ക് മാത്രം വരാം. 2 പ്രാകാരം, ഒന്ന് ജാതികളുടെ പ്രാകാരവും മറ്റൊന്ന് വിശ്വാസികളുടെ പ്രാകാരവും. വിശ്വാസികളെ കൊണ്ടുവരുന്ന യാഗമൃഗത്തിന്റെ ചെവിയിൽ പാപമേറ്റ് പറഞ്ഞ് യാഗമൃഗത്തെ അറുത്ത് യാഗം കഴിച്ചനന്തരം പുരോഹിതന്റെ ചെവിയിൽ കുമ്പസരിക്കണം. ഇന്ന് റോമൻ കാത്തലിക് സഭയിൽ കാണുന്ന കുമ്പസാരം അവിടെ നിന്ന് വന്നതാണ്. കുമ്പസരിച്ച് ആ പുരോഹിതന്റെ വേഷം ഏഫോദ് അങ്കിയാണ്. അരയിൽ ഒരു നടുക്കെട്ട് കെട്ടിയിരിക്കണം. അത് ഇന്ന് കാണുന്ന നടുക്കെട്ടല്ല, ആമേൻ, നീളത്തിൽ കിടക്കുന്ന നടുക്കെട്ടായിരിക്കണം. എന്തിന്? പുരോഹിതൻ ജനത്തിന്റെ പാപം ഏറ്റുപറയാൻ കുമ്പസാരം കഴിഞ്ഞ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി വരുമ്പോൾ പുരോഹിതൻ പാപം ചെയ്തിട്ട് വന്നതെങ്കിൽ അദ്ദേഹം അവിടെ മരിച്ചുവിടും. അദ്ദേഹത്തെ പുറത്തുനിന്ന് വലിച്ചെടുക്കാനായിരുന്നു നടുക്കെട്ട്. എന്നാൽ ലോക ചരിത്രത്തെ BC എന്ന് AD എന്ന് 2 തിരിച്ചുകൊണ്ട് മാനവകുലത്തിന് രക്ഷയ്ക്കായി മനുഷ്യനായി മഹനിതലത്തിൽ യേശുക്രിസ്തു അവതരിച്ച് 33 തിരുവയസ്സ് വരെ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവിടുന്ന് ജീവിച്ച് നന്മ ചെയ്ത് ഭൂതം ബാധിച്ചവരെ സൗഖ്യമാക്കി പൊന്തിയോസ് പീലാത്തോസിന് നല്ല സ്വീകാരം കഴിച്ച് 2 കള്ളന്മാരുടെ നടുവിൽ മരിച്ച് കാൽവരി ക്രൂശിൽ സ്വന്തം തോളിൽ തലചായ്ച്ച് പ്രാണന വിടുമ്പോൾ ജെറുസലേം ദൈവാലയത്തിന്റെ തിരശീല അടി തൊട്ട് മുകൾ വരെ 2ആയി കീറുകയും പ്രാകാരത്തെയും വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും ഒന്നാക്കുകയും അന്നത്തോടെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് തിരശീല ഇടുകയും ചെയ്തു എന്ന് എബ്രായലേഖനത്തിൽ പൗലോസ് വ്യക്തമാക്കുകയാണ്. പുതിയ നിയമത്തിൽ എനിക്കും ഒരു അങ്കിയിട്ട് ഇവിടെ നിൽക്കാം. വിളപ്പശാല മലപ്പുറംകോട് CSI സഭ സ്ഥാപിച്ച ഞാനാണ്. മേലാങ്കോട് പാപ്പനംകോട് മേലാങ്കോട് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ ഒരു സഭ സ്ഥാപിച്ചത്. ആ ബിൽഡിംഗ് പണിയുന്നതിന് മുൻപ് ഞാൻ ഇവിടെ നിന്ന് മാറി. ആ 2 സഭകളുടെ സ്ഥാപനത്തിന് ശേഷമാണ് എൻ്റെ 20ാമത്തെ വയസ്സിൽ വെള്ളനാട് കമ്പനിബുക്കിൽ വരുന്നത്. എന്തിനാണ് ഞാൻ നാമധേയ സഭയിൽ നിന്ന് മാറി ചോദിച്ചാൽ അവരെന്നോട് പറഞ്ഞു, പ്രസംഗം കൊള്ളാം, ശുശ്രൂഷ കൊള്ളാം, രോഗസൗഖ്യമുണ്ട്, പാട്ട് കൊള്ളാം, പക്ഷേ ഞായറാഴ്ച മാത്രം അങ്കിയിടണം. ഞാൻ പറഞ്ഞു പറ്റില്ല. അതെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പൗരോഹിത്യ വസ്ത്രം യേശുവിന് മാത്രമേ ധരിക്കാൻ പുതിയ നിയമത്തിൽ ബൈബിൾ അനുവദിക്കുന്നുള്ളൂ. യേശു മാത്രമാണ് പുരോഹിതൻ. കാരണം എബ്രായലേഖനത്തിൽ പൗലോസ് പറയുന്നു, നമ്മുടെ ഏക ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തു. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 1 തിമോഥെയോസ് 2:5 ദൈവമൊരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവനും സകലർക്കും വേണ്ടി തന്നെത്താൻ മറവിലേക്ക് കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ ഒറ്റ മധ്യസ്ഥനെ പുതിയ നിയമത്തിൽ മറ്റൊരു മധ്യസ്ഥന്മാരെയും വിശുദ്ധ ബൈബിൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഹല്ലേലൂയ. ഇപ്പോൾ എനിക്കും ഇവിടെയുള്ള അഭിഷക്തന്മാർക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കൽ പക്ഷപാതം ചെയ്ത ഒരു അഡ്വക്കേറ്റായി എന്റെ കർത്തവ്യം സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു ഈ ഉലകത്തിൽ വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം സാധ്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും മനുഷ്യൻ പാപിയെന്ന് എല്ലാ മതങ്ങളും പഠിപ്പിക്കുകയാണ്. പണ്ട് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഞങ്ങളുടെ നാട്ടിലുമൊക്കെ ഇങ്ങനെ അതിരാവിലെ റെക്കോർഡിടുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ വെള്ളനാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഉപനിഷത്തുകൾ ബൃഹദാരണ്യ ഉപനിഷത്തിൽ 10-ാം അധ്യായം 90-ാം സൂക്തത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം, ആരാധന പുരുഷന്റെ യോഗ്യതകൾ. ഓം ശ്രീ കന്യകശുദ്ധായ നമഃ. ശുദ്ധയായ കന്യകയിൽ നിന്ന് ജനിച്ചവനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ഓം ശ്രീ ദരിദ്രനാരായണ നമഃ. ദരിദ്രനായി ജനിച്ചവനെ നമസ്കരിക്കുന്നു. ഓം ശ്രീ വൃക്ഷശൂലാർപ്പിത നമഃ. കേട്ടിട്ടില്ലേ? നമ്മുടെ യേശുവിനെ കുറിച്ച് പാടുന്ന ഗാനമാണ് ഉപനിഷത്ത്. ചിലരൊക്കെ എന്നെ വല്ലാതെ നോക്കുന്നുണ്ട്. മരത്തിന്മേൽ ശൂലങ്ങളാൽ തറയ്ക്കപ്പെട്ടവരെ നമസ്കരിക്കുന്നു. ഓം ശ്രീ ബ്രഹ്മപുത്ര. ഈ പ്രപഞ്ചത്തിന്റെ ഉടയവനായ ബ്രഹ്മാവിന്റെ പുത്രനായവനെ ഞങ്ങൾ നമസ്കരിക്കുന്നു എന്നൊക്കെ ചൊല്ലുന്ന ശ്ലോകങ്ങൾ കേട്ടിട്ടുണ്ട്. അന്നറിയില്ല യേശുവിനെ കുറിച്ചായിരുന്നു എന്ന്. ഇന്നറിയാം. യേശു ഉലകത്തിൽ വന്നത് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ബൈബിളിലെ ചില വാക്യങ്ങൾ ഞാൻ ഉദ്ധരിക്കാം. ശ്രദ്ധിച്ചുകൾ എഴുതുന്നവർക്ക് എഴുതിയെടുക്കാം.
ബൈബിളിലെ താക്കോൽ വാക്യം എന്നറിയപ്പെടുന്ന യോഹന്നാൻ സുവിശേഷം 3-ാം വാക്യം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. ഇന്ന് രാത്രി ദൂത ദേശത്ത് തുളച്ചു കയറുകയാണ്. ഗലാത്യലേഖനം 3-ാം വാക്യം പറയുന്നു, 1-ാം വാക്യം പറയുന്നു, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത യേശു ക്രിസ്തു. 1 യോഹന്നാന്റെ ലേഖനം 5-20 വാക്യം, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം ലഭിച്ചു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. ഫിലിപ്പ് ലേഖനം 2-ാം 8, 9, 10, 11 വാക്യങ്ങൾ പറയുന്നു, യേശു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചെന്ന് വിചാരിക്കുന്ന ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി വിളങ്ങി തന്നെത്താൻ ഒടിച്ച മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണത്തിരുന്നു. അതുകൊണ്ട് പിതാവായ ദൈവം യേശു എന്ന ഓമന കുമാരന്റെ പേരിനെ ഏറ്റമുയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും യേശുവിന്റെ നാമത്തിൽ മടങ്ങും. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ കരമുയർത്തി സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഉലകത്തിൽ എത്രയെത്ര ദൈവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും, ലോകത്തിൽ എത്രയെത്ര സയന്റിസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും, ലോകത്തിൽ എത്ര അമ്പര ചുംബരികളായ മനുഷ്യരുണ്ടെന്ന് പറഞ്ഞാലും, യേശുക്രിസ്തുവിന്റെ നാമം സകലത്തിന് മേലായ നാമമെന്ന് ആധികാരികമായി പ്രഖ്യാപിക്കുന്നതിൽ ഞങ്ങൾക്ക് രാത്രി സന്തോഷമുണ്ട്.